അടുക്കളയിലോട്ടൊന്നും എടുക്കാൻ പറ്റുള്ളൂ. എന്ത് അവിടെ അമ്മയുണ്ട്. അതിനെന്ത്? ചെന്നപ്പോ തന്നെ ഒരു നോട്ടം. വലിയ സംസാരമൊന്നുമില്ല, ഭയങ്കര കലിപ്പാന്ന് തോന്നുന്നുണ്ട്. അമ്മയുടെ അടുത്തും സംസാരമില്ല. ഞാൻ ഇനി ഒന്നും പറയാൻ പോണില്ല. എന്ത് പറഞ്ഞാലും വേറെ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ശ്രീ അമ്മയ്ക്ക് തോന്നുന്നുണ്ടാവും എല്ലാവരും കൂടെ ചേർന്ന് അമ്മയെ കുറ്റപ്പെടുത്തണം. ശ്രീ ഒരു കാര്യം ചെയ്യും, ആദ്യം അമ്മയുടെ അടുത്ത് പോയി കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും. പിന്നെ ഞാൻ ഇത്ര നേരം ആടായിട്ടാണല്ലോ സംസാരിച്ചോണ്ട്. ഇനിയിപ്പോ ദേഷ്യപ്പെടാൻ തോന്നുന്നു, വരെ ശ്രീയും കണക്ക് തന്നെ. ഞാൻ ചുമ്മാ ഇരിക്കണം. ഇപ്പൊ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാൻ പോവാണോ? ഒന്നാമത് ഇവിടുത്തെ സിറ്റുവേഷൻ മോശമാണ്. അതിനിടയിൽ ഇപ്പൊ വഴക്ക് തുടങ്ങിയാണല്ലോ, അടുത്ത ചിങ്ങത്തിൽ പോലും തീരത്തില്ല. അതുകൊണ്ട് പ്ലീസ് കുട്ടുമാമ പ്ലീസ്. അതിനിപ്പോ അപേക്ഷിക്കാൻ മാത്രം എന്തോന്നും ഇവിടെ ഉണ്ടായേ? നീ ആയിട്ട് ഇവിടെ ഒരു സീൻ ഉണ്ടാക്കാതിരുന്നാ മതി. അത് ശരി, ഇതിപ്പോ പടയെ പിടിച്ച് പന്തളത്ത് നിന്നപ്പോ അവിടെ പന്തം കൊത്തി പടാന്ന് പറയണ പോലെയുള്ള. അല്ലേ പ്രശ്നമൊന്നുമില്ല, ഇവര് സംസാരിച്ചിട്ട് പ്രശ്നം ഉണ്ടാവല്ലേ എന്ന് പറയുമായിരുന്നു. എന്റെ പൊന്നു മാമ, ഇപ്പൊ പിന്നോട് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അമ്മൂമ്മ വാശി പിടിച്ച് ആരോട് സംസാരിക്കാണ്ട് കയറിയിരിക്കുവാണ്. അതിനിടയ്ക്ക് അച്ഛൻ പോയിട്ട് അമ്മൂമ്മ എന്തോ പറഞ്ഞു, വഴക്കല്ല വേറെ എന്തോ വിളിച്ചു പറഞ്ഞു. അത് അമ്മ അറിഞ്ഞപ്പോ അമ്മ അച്ഛൻ തമ്മിൽ വഴക്കാണ്. ഇനി നിങ്ങളോട് വഴക്ക് കൂടി കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ കോളമായി പോകും. എന്താണ് ഞാൻ ഗൗരി നിങ്ങളുടെ അമ്മായി അമ്മാവനാണ്. ആ അമ്മായി അമ്മാവൻ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. പക്ഷെ ഞങ്ങൾ സ്വാതന്ത്ര്യം എടുക്കുന്നത് ഇങ്ങോട്ട് വരുന്നത് മാമന് ഇഷ്ടമല്ല. നീ ഇങ്ങോട്ട് വരണതേ മാത്രമല്ല ഇവിടെ നിൽക്കുന്നതേ ഇഷ്ടമല്ല. നീ